بسم الله الرحمن الرحيم الحمد لله الذي هدانا الحمد لله സ്തുതി സർവവും അള്ളാഹുവിനാണ്. സ്തുതിയായിട്ട് പുകഴ്ത്തലായിട്ട് എന്തെല്ലാം ഇവിടെ ലോകത്തുണ്ടോ അതെല്ലാം അള്ളാഹുവിനാണ്. നമ്മൾ ഒരാൾ ഉഷാറായി അവൻ ചെയ്ത് നന്നായി അവനെക്കൊണ്ട് അതെനിക്ക് കിട്ടി എന്ന് നമ്മൾ എന്തെങ്കിലും വെച്ച് ഒരാളെ പറയുന്നുണ്ടെങ്കിൽ അത് സമ്പൂർണമല്ല. അത് സമ്പൂർണമല്ല. ഇപ്പൊ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി തന്നതിന്റെ പേരിൽ നാം ഭാര്യയെ പുകഴ്ത്തി കഴിഞ്ഞാൽ, "നീ ഉണ്ടാക്കിയ ഭക്ഷണം ഉഷാറായി" എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷീ ഓപ്സ് ടു മെനി തിങ്സ്, അവൾ പലതിനോടും അവൾ കടമപ്പെട്ടിരിക്കുന്നുണ്ട്. അതെന്താ? ഒന്ന്, ആ ഫുഡ് കൊണ്ടുപോയി കൊടുത്തത് നമ്മളെ എക്സ്പെൻസിലായിരിക്കും ഫുഡ് കൊണ്ടെത്തിയത്. പിന്നെ അതിൻ്റെ റെസിപ്പി അവൾ വേറെ ആരിൽ നിന്ന് പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഓൺ ദി സ്പോട്ട് യൂട്യൂബിൽ നിന്ന് പഠിച്ച ഒരു റെസിപ്പി ആയിരിക്കും. പിന്നെ അവിടെ ആ ഫുഡ് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും കമ്മോഡിറ്റികളൊക്കെ ഒന്ന് മറ്റൊന്നിനോട് കണക്റ്റ് ആയിരിക്കും. ആ ഉണ്ടാക്കിയ അരി ഏതോ നാട്ടിലെ വയലിൻ്റെ ചളിയിൽ നിന്ന് ആളുകളുടെ വിയർപ്പ് കൊണ്ട് കഷ്ടപ്പെട്ട് വണ്ടിയിൽ കയറി ഇവിടെ എത്തിയതായിരിക്കും. അപ്പോൾ നീ ഉണ്ടാക്കിയ ഭക്ഷണം നന്നായി എന്ന് നമ്മൾ ഭാര്യയോട് പറയുന്ന സമയത്തും ആ നന്ദി സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ മനുഷ്യന് കൊടുക്കുന്ന ആ സ്തുതി ദാറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ്. അതൊരിക്കലും എന്തല്ല, പെർഫെക്റ്റ് അല്ല. എന്നാൽ അള്ളാഹുവിന് നമ്മൾ കൊടുക്കുന്ന സ്തുതിയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്. അതാണ് സർവ്വസ്തുതിയും അള്ളാഹുവിന് എന്ത് ചെയ്ത് പറയണം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അർത്ഥം സ്തുതിയായിട്ട്, പുകഴ്ത്താനായിട്ട്, നല്ലത് ചെയ്തതിൻ്റെ പേരിൽ, ഗുണം ചെയ്തതിൻ്റെ പേരിൽ, ഗുണമുള്ളതിൻ്റെ പേരിൽ നമ്മൾ പുകഴ്ത്തുക എന്നുള്ളത് ഒരാൾക്ക് നമുക്ക് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിലില്ല, അത് അള്ളാഹുവിനക്ക് അധികാരപ്പെട്ടതാണ്. അലില്ലാഹ് എന്നുള്ളതിലെ ആ ലാമ് അതിൻ്റെ അർത്ഥം അത് അള്ളാഹ്ക്കുള്ളതാണ്. മറ്റൊന്നും അത് അത് എന്തെല്ലാം ഉള്ളതല്ല, വേറെ ഉള്ളതല്ല. കാരണം വേറെ ഡിപ്പെൻഡഡ് ആയിരിക്കും, ഇതിൻ്റെ പേരിൽ അപ്പുറം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കാൻ വരും. എന്നാൽ അത് അള്ളാഹുവിനക്കുള്ളതാണ്. എന്നിട്ട് ഈ നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ അള്ളാഹിനെ സ്തുതിക്കുന്നത് ഈ രചനയിലേക്കും ഈ ദീനിലേക്കും സ്തുതിച്ചതിൻ്റെ പേരിലാണ്. പൊതുവെ അള്ളാഹുവിന് നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ടാണ് സ്തുതി പറയൽ. അൽഹംദുലില്ലാ എന്ന് പറയും. നമ്മൾ കണ്ടീഷണലായിട്ടും പറയും. തുമ്മിയാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു അനുഗ്രഹം വന്നാൽ നമ്മൾ ഒരു അൽഹംദുലില്ലാ പറയും. നിസ്കാരശേഷം നമ്മൾ 33 അൽഹംദുലില്ലാ പറയുന്നത് അത് എന്തിനു വേണ്ടി എന്നുള്ളതല്ല. 33 അൽഹംദുലില്ലാ അല്ലാഹ് 33 അനുഗ്രഹം മാത്രമേ അള്ളാഹിൻ്റെ ഇരുന്നുള്ളൂ, ഇല്ല, അത് വേറെ ചില കണക്കാണ്. അപ്പൊ ഇവിടെ അൽഹംദുലില്ലാ പറയണതോ ഈ രചനയ്ക്ക് വേണ്ടിയിട്ടാണ് അൽഹംദുലില്ലാ പറയുന്നത്. അപ്പൊ എങ്ങനെ ഒരു കണ്ടീഷനിലായാലും ശരി, കോണ്ടെക്സ്റ്റലായാലും ശരി, വാട്ട് എവർ ഇറ്റ് മേ ബി, എല്ലാ സ്തുതിയും ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. അല്ലദീ ഹദാനാ ലിഹദാ, ഇതിലേക്ക് നമ്മെ വഴി നടത്തി അള്ളാഹുവിനുള്ളതാണ്. അത് ദീനിലേക്കാവാം, അതല്ല ഈ നമ്മളിപ്പോൾ നമ്മുടെ ഉദ്യമമായി നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന രചനയിലേക്ക്. അപ്പം രചയിതാവുമ്പോൾ രചയിലേക്കും, പഠിതാക്കളാകുമ്പോൾ ആ പഠന അവസരത്തിലേക്കും, അധ്യാപകനാകുമ്പോൾ ആ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയതിൻ്റെ മേലിലും കണ്ടോ, അങ്ങനെ ഓരോ രീതി പോകുക. ഇനി ഇത് പ്രിന്റ് ചെയ്ത ആളുകളാണെങ്കിൽ അത് അവർക്ക് പ്രിന്റിങ്, വിറ്റ സെയിൽസ് ടീമാണെങ്കിൽ അങ്ങനെ, അതിനെ പർച്ചേസ് ചെയ്ത ടീമാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇവർക്കെല്ലാം ഓൾ ദേ ഹാവ് ടു പേ ശുക്ർ ടു അള്ളാഹ്. അവരെല്ലാം അള്ളാഹുവിനേക്കാണ് ശുക്ർ പേ ചെയ്യുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനേക്കാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറം ഇനി എന്തില്ല, അതിലൊരു ഇല്ല. അള്ളാഹ്ക്ക് സ്തുതിച്ചല്ല, അള്ളാഹ്ക്ക് സ്തുതി തന്നതിൻ്റെ പേരിൽ നമ്മൾ വേറൊരാൾക്ക് സ്തുതിക്കണ്ടേ എന്ന് പറയും. നേരത്തെ ഞാൻ പറഞ്ഞു, ആ ഭാര്യ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കിയതിന് ആ ഫുഡ് ഉണ്ടാക്കാനുള്ള റെസിപ്പി പകർന്നു കൊടുത്ത അവളുടെ ഉമ്മയ്ക്കും കൂടെ ഉള്ള താങ്ക്സ് അതിൽ ഉണ്ട് എന്നൊരു റീഡിങ് അതിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു. എന്നാൽ അള്ളാഹ് കൊടുക്കുന്നതിലോ അത് ഞാൻ അക്കമ്പനീസ് വിത്ത് അള്ളാഹ്, ഒരാളും അള്ളാഹുവിനോട് എന്താവുന്നില്ല, അക്കമ്പനി ചെയ്യുന്നില്ല. അത് അള്ളാഹു അഹദ്, അള്ളാഹു സമദ്, അള്ളാഹു അലോൺ. അള്ളാഹു എന്ത് ചെയ്യാണ്? എല്ലാവരും
അൽഹംദുലില്ലും അള്ളാഹു ഡിസേർവ് ചെയ്യാണ്, ഒറ്റക്ക് ഇബാദത്തും അള്ളാഹു ഡിസേർവ് ചെയ്യുക. ഇനി മറ്റുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം, പുകഴ്ത്താം. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കിയതിന്റെ പേരിൽ ഭാര്യയെ നമുക്ക് എന്ത് ചെയ്യാം, ഉഷാറായി എന്ന് പറയാം. പക്ഷെ അത് അപ്പോഴും ബാക്കി അവിടെ വരുന്നുണ്ട്. അള്ളാഹ് അല്ലാത്ത ആളുകളെ സ്തുതിക്കാൻ പറ്റൂല എന്നുള്ള അർത്ഥം അവിടെ ഇല്ല. കാരണം തിരുനബിയുടെ പേര് തന്നെ മുഹമ്മദ് എന്നാണ് അല്ലേ. മുഹമ്മദ് ഹംദിൽ നിന്ന് വന്നതാ, ധാരാളം വാഴ്ത്തപ്പെടുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, മറ്റുള്ള ആളുകൾക്ക് വാഴ്ത്തപ്പെടാം, പക്ഷെ എപ്പോഴും അതിൻ്റെ അപ്പുറം കുറച്ചവിടെ ബാക്കിയുണ്ട്. അള്ളാഹിലേക്ക് എത്തുമ്പോൾ ദാറ്റ് ഈസ് പെർഫെക്റ്റ്. ഇനി അതിൻ്റെ അപ്പുറം അള്ളാഹ് വേറെ ആളെ റിലേ ചെയ്യുന്നില്ല, അള്ളാഹിക്ക് വേറെ ആളെ അള്ളാഹുവിന് ഓവിങ്ങില്ല, അള്ളാഹു കടമപ്പെട്ടിരിക്കുന്നില്ല. അത് ലാസ്റ്റ് എൻഡ്. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വമാ കുന്നാ നമ്മളായിരുന്നില്ല, ലിനഹ്തദിയ സന്മാർഗത്തിലേക്ക് നാം വന്നവരായിരുന്നില്ല, ലൗലാ അൻ ഹദാനല്ലാഹ് അള്ളാഹു നമ്മെ ഹിദായത്തിലാക്കിയില്ലായിരുന്നുവെങ്കിൽ. അപ്പൊ സന്മാർഗത്തിന്റെ തേര് അള്ളാഹു തആല നമുക്ക് തെളിച്ചു തന്നു. ആ സന്മാർഗത്തിന്റെ തേരിൽ നമ്മൾ കയറി ഇരുന്നത് കൊണ്ടാണ് ഈ സുപ്രഭാതത്തിൽ നാം ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നാം പറയുന്നത്. സമീപത്തുള്ള ആളുകൾ, ഉറങ്ങുന്ന ആളുകളുണ്ടാകും, കളിക്കുന്ന ആളുകളുണ്ടാകും, എന്നാൽ ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാകും. ഇന്നലെ രാത്രി വൈകി കടന്നുകൊണ്ട് പബ്ബിലൊക്കെ പോയി ലിക്വറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഹാങ് ഓവറിൽ എണീക്കുക പോലും ചെയ്യാത്ത സർവ്വമതസ്ഥരായ ആളുകളുണ്ടാവും, മതമുള്ള ആളുകളുണ്ടാവും, സുബഹി ഖളാക്കിക്കൊണ്ട് കടന്നുറങ്ങുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ടായിരിക്കെ ഉറക്കിനെയും ക്ഷീണത്തെയും ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു കട്ടൻ ചായയുടെ പിൻബലത്തോടുകൂടെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അത് അള്ളാഹു തന്നതാണ്. നമ്മുടെ മുന്നിലുള്ള നാം കുടിക്കാൻ വെക്കുന്ന കട്ടൻ ചായ, നമ്മുടെ നയിക്കുന്ന എന്നെ നിങ്ങളെ ഇപ്പൊ ബന്ധിപ്പിക്കുന്ന വൈഫൈയോ അല്ലെങ്കിൽ അതിൻ്റെ സെർവറോ എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു വിചാരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇതിലേക്ക് എത്തൂല, ഈ ക്ലാസ്സിലേക്കും എത്തൂല, രചനയിലേക്കും എത്തൂല, ഈ പരിശുദ്ധമായ ദീനിലേക്കും എന്താവൂല, എത്തൂല. അപ്പൊ എന്തൊരു അനുഗ്രഹം നമ്മളിലുണ്ടോ അതെല്ലാം അള്ളാഹു. ഏതെല്ലാം നിഅമത്ത് നിങ്ങൾക്കുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, എന്തിനാ അള്ളാഹിനെ സ്തുതിക്കുന്നതിന്റെ റീസൺ പറയുന്നത്, വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹു വഴി നടത്തിയില്ലായിരുന്നുവെങ്കിൽ സന്മാർഗത്തിലേക്ക് നാം വഴി നടക്കില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അൽഹംദു അള്ളാഹുവിലേക്ക് പറഞ്ഞതിന്റെ ആ ഒരു ആഴം മനസ്സിലാക്കുന്നു. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. വസ്സലാത്തു അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത്, വസ്സലാമു അള്ളാഹുവിൽ നിന്നുള്ള സലാമ്. അപ്പോൾ അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഗുണം ചെയ്യുന്നു, നമുക്കും അള്ളാഹു ഗുണം ചെയ്യുന്നു അല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഉടുക്കുന്ന വസ്ത്രം, ശ്വസിക്കുന്ന വായു, മറ്റു സൗകര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളാണ്. അപ്പോൾ അത് നബിതങ്ങൾക്കും ഇല്ലേ. നമുക്ക് കിട്ടുന്ന നബിതങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അള്ളാഹു താല കൊടുത്ത അനുഗ്രഹങ്ങൾ എന്താ? 23 വർഷം പ്രവാചകത്വ ലബ്ധിക്കു ശേഷം അവർക്കിടയിൽ ജീവിച്ച തിരുനബി സ്വഹാബത്തുമായി പങ്കിട്ട അനുഗ്രഹങ്ങൾ തന്നെയല്ലേ. നബിതങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ AC ഉണ്ടായിരുന്നോ? അവിടത്തേക്ക് പ്രത്യേകിച്ച് BMW കാർ ഉണ്ടായിരുന്നോ? അവിടൊന്നും ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ചുട്ടുപഴുത്ത മണലുകൾക്കിടയിലൂടെ നടന്നില്ലേ? ഓലമെടഞ്ഞ വീടുകൾക്കിടയിൽ, രണ്ടായി മടക്കിയ പായകൾക്കിടയിൽ അവിടുന്ന് കടന്നില്ലേ? ആ പായയിൽ കടന്നതിൻ്റെ പാടവിടുത്തെ പുണ്യശരീരത്തിൽ അടയാളം ചാർത്തിയില്ലേ? കഥകളും കവിതകളും വിഷയങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വലാത്ത്? അത് നബി തങ്ങൾക്കുള്ള സ്വലാത്ത് അത് റഹ്മത്തുൽ മഖ്റൂനത്ത് ബിത്തഅളീം, അത് ആദരവോടുകൂടെയുള്ള അത് റഹ്മത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. നമുക്ക് കിട്ടുന്നു, നബിതങ്ങൾ മുഖേനയാണ് നമുക്ക് പലതും എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. പ്രമുഖനായ ഒരു ഉസ്താദിനെ ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രമാണി ക്ഷണിക്കുന്നു.
ആ ഉസ്താദ് മാത്രമല്ല വരിക, ഉസ്താദിൻ്റെ കൂടെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരായ ഹാദിമീങ്ങളും വണ്ടിയുടെ ഡ്രൈവറുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇദ്ദേഹം അവിടെ സംവിധാനിച്ചു വെച്ചിട്ടുള്ള വലിയ ഫുഡുകൾ, പാനീയങ്ങൾ, അവർക്ക് ഇരിക്കാൻ വെച്ചിട്ടുള്ള സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളിലൊക്കെ ആ ഉസ്താദിൻ്റെ കൂടെയുള്ള സെർവൻസുകളും ആ ഡ്രൈവറുമൊക്കെ അതിൽ പെടുമല്ലോ എന്നു കരുതി ആ ഉസ്താദിൻ്റെ അതേ പൊസിഷൻ അവർക്കുണ്ട് എന്നുള്ളതല്ല. അത് ആ ഉസ്താദ് കാരണമായിട്ട് അവർക്ക് കിട്ടിയതാണ്. അപ്പം നമ്മൾക്ക് അള്ളാഹു താല ഇവിടെ റഹ്മത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നബി കാരണമായിട്ട് നമുക്ക് കിട്ടിയതാണ്. നമ്മൾ അതിൽ നബിയോട് കൂടെ നമ്മൾ ഷെയർ ആവുന്നുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിൽ സ്വഹാബത്ത് അവിടെ ഷെയർ ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അർത്ഥം അതിൽ കൃത്യമായ ഒരേ പേ അറ്റൻഷൻ അല്ല തിരിച്ചു കിട്ടിയെന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് നബിതങ്ങൾക്ക് ഒരു പ്രത്യേകമായ രീതിയിൽ ആദരവോടുകൂടെ സമ്പൂർണമായ രീതിയിൽ അള്ളാഹു നബിതങ്ങൾക്ക് കൊടുത്തു എന്നുള്ളതാണ് അവിടെ കയറി വരുന്ന ഒന്ന്. അതാണ് സ്വലാത്തിൻ്റെത്. പിന്നെ വസ്സലാമും അള്ളാഹുൽ നിന്നുള്ള സലാമും. അപ്പോൾ സ്വലാത്തും സലാമും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മേലിൽ ഉണ്ടാവട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വലാത്ത്, ലോകത്ത് 3 തരം ആളുകളാണല്ലോ ഉള്ളത്. ഒന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യനും മനുഷ്യേതര ജീവികളും, പ്രാണികളും പറവകളും ഇഴജന്തുക്കളും ഉരകങ്ങളും കടലിലെ ജീവികളും സസ്തനികളും അടങ്ങുന്ന ഒരു മനുഷ്യന് സമാനമായ ഒരു സൃഷ്ടികൾ, വികാരങ്ങളുള്ള, ഘടനയുള്ള, ഭാവനകളും ചിന്തകളും ദേഷ്യവും ഒക്കെയുള്ള, സ്നേഹവും പങ്കുവെക്കലുകളും കൊടുക്കലുകളുമുള്ള, മരണവും ജീവിതവും വേദനകളും പ്രയാസങ്ങളും ചോരയും ചലവും ശരീരത്തിൻ്റെ ഓർഗൻസുകളൊക്കെ കൂടിയിട്ടുള്ള സൃഷ്ടികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. അതിലെ ജിന്നുകൾ എന്ന മറ്റൊരു തലത്തിൽ വിശദീകരിക്കേണ്ട വേറെ വിഭാഗം. പിന്നെ മറ്റൊന്നുള്ളത് മലക്കുകളാണ്. ആണോ പെണ്ണോ അല്ലാത്ത, വിചാരങ്ങളോ ഇല്ലാത്ത, രൂപഭാവങ്ങൾ, പ്രത്യേകിച്ച് രൂപഭാവങ്ങളിൽ സ്ട്രക്ചേർഡ് അല്ലാത്ത, അള്ളാഹുവിൻ്റെ കൃത്യതയിലുള്ള, അള്ളാഹുവിന് മാത്രം അവരുടെ എണ്ണമറിയുന്ന ഒരു വിഭാഗമായ മലക്കുകൾ, വിഭാഗം 2. പിന്നെ ഉള്ളത് ഇത് രണ്ടും അല്ലാത്ത മലക്കുകളും അവർ ഉൾക്കൊള്ളുന്ന ഒരു സ്പേസ് ഉണ്ട്. ആകാശമായാലും മറ്റു ഗ്രഹങ്ങളായാലും പ്ലാനറ്റ്സുകളായാലും അവർ ഇൻവോൾവഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ മനുഷ്യൻ ഇൻവോൾവഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. വി കൻ സിംപ്ലി സേ എർത്തും അതിൻ്റെ ആ ഒരു അന്തരീക്ഷവും, എർത്തും അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിലുമുള്ള മനുഷ്യൻ. പിന്നെ മലക്കുകൾ അവരുടെ രൂപം പറഞ്ഞു, അത് മറ്റൊന്ന്. പിന്നെ ഇത് രണ്ടും അല്ലാത്ത മറ്റൊന്നാണ് അള്ളാഹ് എന്നുള്ളത്. അപ്പൊ അള്ളാഹ് എന്താണ്? പിന്നെ യൂണിവേഴ്സലിൽ അള്ളാഹ് ഇല്ല. അള്ളാഹ് ബിയോണ്ട് ദ യൂണിവേഴ്സ്. അതാണ്, അള്ളാഹു പ്രപഞ്ചത്തിന് പുറത്താണ്. ലോകം എന്ന് നാം പറയുന്നത് അത് അള്ളാഹു അല്ലാത്ത ഒന്നാണ്. ലോകം എന്ന് നാം പറയുന്നതിൽ അള്ളാഹു, മലക്കുകൾ, ഗാലക്സികൾ, അനേകായിരം ഗാലക്സികൾ, കടല്, അതിലടങ്ങിയ ജീവികളൊക്കെ അടങ്ങുന്ന ഒന്നാണ് ദ വേൾഡ്, ലോകം എന്ന് പറയുന്നത്. യൂണിവേഴ്സ് എന്നൊക്കെ അതിൽ വരാം. അല്ല അത് അല്ലാത്ത ഒന്നാണ് അള്ളാഹ്. ലോകത്തിൽ അള്ളാഹു ഇല്ല. ബിക്കോസ് അള്ളാഹ് ക്രിയേറ്റഡ് ദ ആലം. അള്ളാഹു ആണ് ലോകത്തെ ക്രിയേറ്റ് ചെയ്തത്. അള്ളാഹു ഉള്ള ഒന്നിനെ അള്ളാഹു ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാഹുവിനെ ആരാ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള സിമ്പിൾ ചോദ്യങ്ങളൊക്കെ അറിയില്ല. അപ്പൊ അൽ ആലം എന്നുള്ളത് അള്ളാഹു അല്ലാത്ത ഒന്നായിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ 3 വിഭാഗം ആളുകൾ: ഇലാഹ്, മലക്ക്, നാസ്. അല്ലെ? ഇലാഹ്, മലക്ക്, നാസ്. ഈ 3 വിഭാഗം ആളുകൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നുള്ളതാണ് സ്വലാത്തിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലേ? അതിലേക്ക് നിങ്ങളൊന്ന് ചിന്ത കൊണ്ടുവരികയാണ്. ഇത് 3 വിഭാഗം ആളുകളെ, ഇലാഹ് എന്ന ഒന്ന്, അത് ഒന്നുള്ളൂ. അതിൽ പിന്നെ വകഭേദങ്ങൾ ഇല്ല. ആ ഒന്നിൽ എല്ലാം ഉള്ളതാണ്. ആ മലക്കുകൾ എങ്ങനെയാന്നുള്ളത് അവിടെ ഇലാഹിൽ നിക്ഷിപ്തമാണ്. നാസ് എന്നുള്ളത് അതും ഇലാഹിൽ നിക്ഷിപ്തമാണ്. എന്നാലും മലക്കുകളും മനുഷ്യരും തമ്മിൽ പരസ്പരം അവര് കണക്റ്റഡ് അല്ല. അവർ ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. മനുഷ്യന് ചിലപ്പോൾ മലക്കുകളെക്കാൾ ഉന്നതിയിൽ പോകും,
മനുഷ്യൻ്റെക്കാൾ ഉന്നതിയിൽ മലക്കുകൾ പോകും. ഇവർക്ക് പരസ്പരം അങ്ങോട്ട് കൺട്രോൾ ചെയ്യാനുള്ളതുണ്ടാവും, കൺട്രോൾ ഇല്ലാത്തത് ഉണ്ടാകും. ഇവരെ കമ്പയർ ചെയ്യാൻ പറ്റൂല. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിലൊരാണ് പെണ്ണ് എന്നുള്ളതുണ്ട്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ ആണ് പെണ്ണ് എന്നുള്ളതല്ല. അപ്പോൾ മലക്കുകളും മനുഷ്യരെപ്പോഴും ആ, വേറെ ഒരു കാറ്റഗറിയിൽ വരികയാണ്. ഇലാഹ് എന്ന് പറഞ്ഞാലോ അങ്ങനെ ഒരു മൂന്ന് എന്ന് പറയാൻ പറ്റൂല. പൂർണ്ണമായും മനുഷ്യനോട് വിഘടിച്ച് നിൽക്കുന്ന ഒന്നാണ് ഇലാഹ് എന്നുള്ളത്. എന്നാൽ മലക്കുകൾക്കിടയിൽ മലക്കുകൾക്കും മനുഷ്യർക്കിടയിലും പൂർണ്ണ വിഘടനമില്ല. അവർക്കിടയിൽ ഒരു പിന്നെ സാമ്യത പലയിടത്തും അവർക്കുണ്ട്. അത് വൈകാരികമായ സാമ്യതകൾ അല്ല. വൈകാരികമായ സാമ്യത ഭക്ഷണം കഴിക്കുന്നില്ല, വിവാഹം കഴിക്കുന്നില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട്. പക്ഷെ ഉള്ള സാമ്യതകൾ എന്താ? ഒക്കെ മൂറുകളാണ്, എല്ലാവരും കൽപ്പിക്കപ്പെട്ടതാണ്. പിന്നെ ഇവര് മലക്കുകൾ അള്ളാഹുവിന്റെ വിധിക്ക് ഇത് ചെയ്തുകൊണ്ട് പേ ചെയ്തുകൊണ്ട് അവര് റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ചെയ്യാൻ പറഞ്ഞത് ചെയ്തുകൊണ്ടും ചെയ്യാത്തതിനെ വിട്ടു നിന്നുകൊണ്ടും മലക്കുകൾ ചെയ്യുന്നു. മനുഷ്യനും അതേപോലെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ മനുഷ്യന്റെ ജീവിതം വരുന്നത്. എന്നാൽ ഇലാഹ് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറയുക എന്നുള്ളതുള്ളൂ, ചെയ്യേണ്ടതില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കടമപ്പെട്ട് നിൽക്കുന്നില്ല, പൂർണ്ണമായ സ്വതന്ത്രനായ ഒന്നായിട്ടാണ് ഇലാഹ് വരുന്നത്. അപ്പോൾ ഇലാഹ് എന്നുള്ളത് ഒന്നും മനുഷ്യര് എന്നുള്ളത് അത് രണ്ടിന്റെ ഓരോ വിഭാഗമായിട്ട് അങ്ങനെ വരും. ഈ മൂന്നും എന്ന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാ, ഒരു ലെക്ചർ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മൂന്നും നബിയുടെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതാണ് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹും മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അപ്പൊ അള്ളാഹ് ഒന്ന് വന്നു, പിന്നെ മലക്കുകളിൽ അവരുടെ എണ്ണ അറിയില്ല. അവർ പല രീതിയിലും പല സൃഷ്ടിപ്പിലും പല രൂപത്തിലും ഉള്ള ആളുകൾ ഉണ്ട്. അതിൽ വൈകാരിക ടച്ചുകൾ അവരെ സംബന്ധിച്ച് ഇല്ല എന്ന് പറഞ്ഞു. ആ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അപ്പൊ അള്ളാഹ് എന്നുള്ള മലക്കുകളും മനുഷ്യരുമല്ലാത്ത ഇലാഹ് എന്നുള്ള ഒരു സമ്പൂർണമായ ആ ഒരുവൻ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. പിന്നെ ഇനി ആ ഒരുവന്റെ കൽപ്പന പ്രകാരം നോക്കുന്ന എണ്ണമറ്റ അസംഖ്യം മലക്കുകൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഇനി തേർഡ് വരുന്നത് മൂന്നാമത്തോൽക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. മറ്റോലത് അവിടെ കൽപ്പനല്ല, അള്ളാഹ് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. അള്ളാഹിനെ കൊണ്ട് ആരും ചെയ്യിക്കുന്നതല്ല. മലക്കുകളും ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. മലക്കുകളോടും അവിടെ കൽപ്പിച്ചതായിട്ട് അവിടെ പറയുന്നില്ല. ഇനിയാണ് വിഷയം. യാ യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ എന്ത് ചെയ്തോളി? സ്വലാത്ത് ചൊല്ലിക്കോളൂ. കണ്ടോ? അപ്പൊ സ്വലാത്ത് എല്ലാം വേണ്ടിയിട്ട് ആ കൽപ്പന അവിടെ വരുന്ന സമയത്ത് ആ കൽപ്പനയെ സ്വീകരിക്കുന്നവരുണ്ട്, അത് സ്വീകരിക്കാത്തവരുണ്ട്. ആ കൽപ്പനയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്, അതിനെ എണ്ണമറ്റ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ട്. അപ്പം ഈ മൂന്ന് വിഭാഗമായ മനുഷ്യനോട് സ്വലാത്ത് പറയുമ്പോഴാണ് അള്ളയും മലക്കുകളും ചൊല്ലുന്ന സ്വലാത്തുകൾ അവിടെ കുറിച്ച് അറിയുന്നത്. അള്ളയും മലക്കുകളും സ്വലാത്ത് ചൊല്ലിയിട്ട് മനുഷ്യനോട് എന്ത് ചെയ്യാണ്? ചൊല്ലാന് പറയാണ്. അപ്പൊ അവര് ചെയ്യുന്ന ഒരു സംഗതിയിലേക്ക് മനുഷ്യൻ എന്താക്കാണ്? കണക്ട് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യരും മലക്കുകളും ചില ഇടങ്ങളിൽ സാമ്യതയുണ്ട്. മലക്കുകളും അള്ളാഹും തമ്മിൽ ഒരിടത്തും എന്തെങ്കിലും സാമ്യത ഇല്ല എന്ന് പറഞ്ഞ് മനുഷ്യരും അള്ളാഹും തമ്മിൽ ദർ ഈസ് നോ റിസംബ്ലൻസ്, എവിടെയും ഒരു റിസംബ്ലൻസ് ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ സ്വലാത്തിൽ ദേ ഓൾ കം ടുഗദർ, എല്ലാവരും ഒന്നായിട്ട് വരികയാണ്. പക്ഷെ ഡിഫറൻസ് ഉണ്ട്. അള്ളാഹുവിന്റെ സ്വലാത്ത് അല്ല മലക്കുകളുടേതല്ല മനുഷ്യന്മാരുടേത്. അള്ളാഹിന്റെ സ്വലാത്ത് ഓൾറെഡി ഉള്ള സ്വലാത്തുകളാണ്. മലക്കുകളോ അള്ളാഹിനെ കണ്ടിട്ടുള്ളതാണ്. മനുഷ്യന്മാരുടെ സ്വലാത്തോ അത് ടു ബി ക്രിയേറ്റഡ്, അത് ഇനി ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒന്നായിട്ടുള്ളത്. പക്ഷെ എനിവേ എല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നു എന്ന വിഷയത്തിൽ എന്ത് ചെയ്യാണ്? എല്ലാവരും ഒന്നാണ് നബിയുടെ. അപ്പൊ ഞാൻ പറഞ്ഞ ഈ യൂണിവേഴ്സിനെ നമ്മൾ കാറ്റഗറി ചെയ്തു. യൂണിവേഴ്സിന്റെ അപ്പുറത്തുള്ള അള്ളാഹുവിനെ നമ്മൾ വെച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ തിരുനബിയുടെ മേൽ എന്ത് ചെയ്യുക? സ്വലാത്ത് ഇല്ല. ആ ഒരു സംഭവമായ ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത്. അപ്പോൾ സ്വലാത്തിന് ഒരു
പ്രാപഞ്ചികതയും പ്രപഞ്ചത്തിന്റെ അപ്പുറമുള്ള ഒരു തലത്തിലേക്കും വ്യാപിക്കുന്ന ഒന്നായിട്ടാണ് എന്ത് മാറുന്നത്, സ്വലാത്ത് മാറുന്നത്. പിന്നെ അള്ളാഹു അതാ പറഞ്ഞ ഒരു ടോൺ ഉണ്ട്, വേറൊന്നും അള്ളാഹു താല അങ്ങനെ പറഞ്ഞിട്ടില്ല. നിസ്കരിക്കാനോ സക്കാത്തിനോ നോമ്പിനോ പറഞ്ഞ സമയത്ത് അള്ളാഹു ചെയ്യുന്നുണ്ടെന്നും മലക്കുകൾ ചെയ്യുന്നുണ്ടെന്നുമുള്ള ആ ഒരു പിന്നെ സ്റ്റേറ്റ്മെന്റ് അവിടെ പറയാതെയാണ് അള്ളാഹു താല പലതും എന്ത് ചെയ്തത്, പലതും അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത്. എല്ലായിടത്തും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് അള്ളാഹു താല അടുത്ത് എന്ത് ചെയ്യണത്, ഒരു ഇന്ററോഗേറ്റീവ് ആയ ഒരു സെന്റൻസ് എന്ത് ചെയ്യണത് അവിടെ കൊടുത്തിട്ട് സൊല്ലു, നിങ്ങൾ സ്വലാത്ത് ചൊല്ലു, സല്ലിമു, നിങ്ങൾ സലാമും ചൊല്ലു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു താല നമ്മോട് എന്ത് ചെയ്യണത്, കൽപ്പിക്കുന്നത്. അപ്പൊ ആ സ്വലാത്ത് നാം ചൊല്ലുമ്പോൾ നമ്മൾ എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് മാറുന്നത്, എത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിലേക്ക് വന്നു പോകുന്നത്. ഇതൊക്കെയാണ് സ്വലാത്തിന് വലിയ മഹത്വങ്ങൾ വരാനുള്ള കാരണം. അത് അള്ളാഹു താല ആ സ്വലാത്തിനെ നമ്മിലേക്ക് കൺവേ ചെയ്ത ആ മെത്തേഡ് ഇറ്റ് സെൽഫ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്വലാത്ത്. നിസ്കാരത്തിന്റെ ഇമ്പോർട്ടൻസ്, സ്വലാത്തിന്റെ ഇമ്പോർട്ടൻസിനെ എന്ത് ചെയ്യും, നമുക്ക് കാണിക്കുന്നു. ഇനി അനേകമായിട്ട് സംഭവങ്ങൾ അള്ളാഹു വിധങ്ങൾക്ക് കൊടുത്ത സ്വലാത്തിന്റെ വിശകലനങ്ങൾ, അതിൻ്റെ ഹിസ്റ്ററികൾ, അതിൻ്റെ വൈവിധ്യങ്ങളായ ഗുണങ്ങൾ, ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആളുകൾ നേടിയെടുത്ത ട്രോഫികൾ, അവർ നേടിയെടുത്ത മോണുമെന്റ്സുകൾ ഒക്കെ എങ്ങനെയെന്ന് പഠിക്കുന്ന സമയത്ത് ഈ ഒരു യാഥാർത്ഥ്യത്തെ കൂടുതൽ മനുഷ്യന്മാരെന്ത് ചെയ്യാണ്, മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര സ്വലാത്ത് ചൊല്ലുന്നോ അത് നമ്മൾ ഒരു ഇലാഹിയായ സമീപനം നമുക്ക് ഉണ്ടാകും. അള്ളാഹു ജല്ല ജലാലുഹു ധാരാളം സ്വലാത്ത് ഹബീബ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് രാപ്പകൽ ഭേദമന്യേ, ഋതുക്കൾ ഭേദമന്യേ, ദുഃഖ സമ്മിശ്ര വികാര വിചാര സന്തോഷ സമ്മിശ്രമാകുന്ന പല രൂപത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും തിരുനബിയുടെ സ്വലാത്ത് കൃത്യമായ രീതിയിൽ മുറുകെ പിടിക്കാൻ അള്ളാഹു ജല്ല ജലാലുഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ റസൂലില്ലാ, മുഹമ്മദായ സയ്യിദായ നബിയുടെ മേൽ അള്ളാഹുവിന്റെ സ്വലാത്ത് സ്വലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സയ്യിദ് കൂട്ടണം. സയ്യിദ് കൂട്ടാതെ വന്ന സ്വലാത്തുകൾ നമ്മൾ അങ്ങനെ ചൊല്ലണമെന്നില്ല. സയ്യിദ് നമ്മൾ സെലക്റ്റഡ് ആയിട്ട് ചൊല്ലുകയാണ്, അല്ലെങ്കിൽ സയ്യിദ് അവിടെ പരാമർശിച്ചിട്ടില്ലാത്ത സ്വലാത്തുകളിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് സയ്യിദ് ആഡ് ചെയ്യാം. അപ്പൊ സയ്യിദ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താ വെച്ചാല്, പിന്നെ നബിതങ്ങളുടെ പേര് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് സയ്യിദ് കൂട്ടുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്തു. എന്താ ചെയ്തത്, നമ്മൾ നബിതങ്ങളുടെ മദ്ഹ് പറഞ്ഞു, അല്ലെ, അവിടുത്തെ ഒന്ന് പുകഴ്ത്തി. എന്താണ് നേതാവായ എന്ന് പറഞ്ഞത് ഒരു പുകഴ്ത്തലാണ്. അതാ സയ്യിദ് എന്നുള്ളത് അവിടുത്തേക്ക് കൊടുക്കുന്ന സ്ഥാനമാണ്. അന സയ്യിദ് ഉൽദി ആദമ, ഞാൻ ആദം സന്താനങ്ങളുടെ നേതാവാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ നേതാവ് എന്നുള്ളതിന് എന്തുകൊണ്ടാണ് സയ്യിദിന് വേറെ എടുത്ത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് സയ്യിദ്? സയ്യിദ് മറ്റുള്ള ആളുകൾ റിലേ ചെയ്യുന്ന ആളുകളാണ്, മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ആളാണ്, അല്ലെ. നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ്, ഒരു കോൺഗ്രസിന്റെ നേതാവ്, കമ്മ്യൂണിസത്തിന്റെ നേതാവ്, BJPയുടെ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അവർക്കിടയിൽ, അണികൾക്കിടയിൽ പാഞ്ഞെത്താനും അവരുടെ വേദനകൾക്ക് ശമനം നൽകാനും അവരെ ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകാനും അവരെ ചിന്തിപ്പിക്കാനും അവരുടെ വളർച്ചയ്ക്ക് കാരണമാകാനുമുള്ള ഒരാളാണല്ലോ നേതാവ് എന്ന് പറയുന്നത്. സമ്പത്തുള്ളത് കൊണ്ട് ഒരാൾ നേതാവായിക്കൊള്ളുന്നുണ്ടാവില്ല. ഒരു നാട്ടില് വെൽത്ത് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഏതോ ഒരു വ്യവസായി, ഒരു അബ്കാരിക്ക് നല്ല സമ്പത്തുണ്ട്, അയാൾ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ആ ഒരു നേതാവാക്കി കണക്കാക്കിക്കൊള്ളുന്നുണ്ടാവില്ല. എന്തെങ്കിലും ഒരു ഗുണത്തിൽ മികവ് പുലർത്തി എന്നുള്ളത് കൊണ്ട് നേതാവ് ആയിക്കൊള്ളണമെന്നുണ്ടാവില്ല. മറിച്ച് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അതേഴ്സിനാൽ റിലയബിൾ ആകുന്ന സമയത്താണ് അദ്ദേഹം നേതാവാകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന സയ്യിദ് ഉൽദി ആദം എന്ന് പറഞ്ഞാല് ആദം സന്തതികളുടെ എല്ലാവരുടെയും നേതാവാണ് ഞാൻ എന്ന് പറഞ്ഞാല് ഈ ഹോൾ മാൻകൈൻഡിനെ, ഈ സമ്പൂർണമായ മനുഷ്യ വിഭാഗത്തിനെ ലീഡ് ചെയ്യാനുള്ള, അവരുടെ ആവശ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള, അവർക്ക് ഉത്തരം കൊടുക്കാനുള്ള, അവരെ വളർത്താനുള്ള, ചിന്തിപ്പിക്കാനുള്ള രീതിയിലേക്ക് അവരെ കൺവെർട്ട് ചെയ്യാനുള്ള എല്ലാ പിന്നെ
പ്രൊസീജിയറും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ മെറ്റീരിയലും ഉള്ള ഒരാളാണ് ഞാൻ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒരു ഉടനെ നബി തങ്ങൾ പറയാ വലാ ഫഖറ, ഇത് ഞാൻ പിന്നെ എന്തടിക്കല്ല, പ്രൗഡായിട്ട് പറഞ്ഞിട്ട് ഞാൻ അവിടെ ദുരഭിമാനം കൊള്ളുകയല്ല, ബട്ട് ഇറ്റ് ഈസ് ഫാക്ട്. അതാണ് അതിന്റെ അർത്ഥം. ഞാൻ സയ്യിദ് ഉൽദി ആദമ എന്ന് പറഞ്ഞപ്പോ നമുക്ക് നബിതങ്ങളെ വെച്ച് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യാൻ ദ സയ്യിദ് വേർഡ് ഇറ്റ് സെൽഫ് എനഫ്, അത് മതി. പിന്നെ അവിടുത്തെ ചെന്ന് നമുക്ക് ഇസ്തിഗാസ ചെയ്യാൻ, നമ്മുടെ വേദനകൾ ബുദ്ധിമുട്ടുകൾ തിരുനബിയോട് പറയാൻ മാത്രം അവിടുന്ന് നേതാവാണ്. അതാണ് സയ്യിദ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ സയ്യിദ് എന്ന് നബിതങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ കയറി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സയ്യിദ് എന്ന് നബിതങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. നബിതങ്ങൾക്ക് കൊടുക്കുന്ന ആ പിന്നെ സ്ഥാനത്ത് നമ്മൾ ഉൾക്കൊള്ളുക. നബിതങ്ങൾ ഉള്ള ഏറ്റവും വലിയ സ്ഥാനം ഏതാ? നബിതങ്ങൾക്കുള്ള ഏറ്റവും വലിയ സ്ഥാനം അവിടുന്ന് ആവാൻ ആഗ്രഹിച്ച ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം സെയ്ദ് എന്നുള്ളതല്ല. സെയ്ദ് എന്നുള്ളത് നമുക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാനം. നബി എന്നുള്ളത് ഒന്ന് മേലേക്കും ഒന്ന് താഴേക്കും ഉള്ളു. ഒന്ന് നബി എന്നുള്ളത് അള്ളാഹുവും നബി എങ്ങനെ എന്നുള്ളതും, നബിയും ഈ പിന്നെ ലോകരും എങ്ങനെ എന്നുള്ളത് രണ്ടാണ്. നമുക്ക് അള്ളാഹു നബിതങ്ങളുടെ ബന്ധം, നമ്മൾ നബിതങ്ങളുടെ ബന്ധം, അള്ളി നബിതങ്ങൾ നമ്മൾ മൂന്ന് തമ്മിലുള്ള ബന്ധം, അത് ഒരു മൂന്നായിട്ടാണ് വരിക. അതിന് നമ്മൾ എന്നുള്ളത് നമ്മൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വെക്കുക. അപ്പൊ നബിയും സിദ്ദീഖ് റളിയല്ലാഹുവിനും എങ്ങനെ, പിന്നെ അള്ളാഹു എങ്ങനെ എന്നുള്ളത്. അപ്പൊ അള്ളാഹു, നബി, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ശേഷം അവിടുന്ന് ക്രിയേറ്റ് ചെയ്ത കുറച്ച് മനുഷ്യന്മാര്. അപ്പോൾ ഔലിയാക്കളും മനുഷ്യന്മാരൊക്കെ പെട്ടു. പിന്നെ നബി എന്നുള്ള ആ സമ്പൂർണ്ണ വ്യക്തിത്വം, അള്ളാഹു എന്നുള്ള ആ ഒരു ഇലാഹ്. അപ്പൊ അത് നബിതങ്ങൾ താഴേക്ക് വരുമ്പോഴാണ് സെയ്ദ്, അല്ലേ? താഴേക്ക് വരുമ്പോഴാണ് സെയ്ദ്. അതാണ് സെയ്ദ് ഉൽദി ആദമ, ഞാൻ മനുഷ്യ സന്താനങ്ങളുടെ നേതാവാണ്. അതായത് ഞാൻ പിന്നെ അള്ളാഹുവിന്റെ നേതാവ് അവിടെ കിട്ടൂല. ഇനി ലോകത്തിന്റെ നേതാവ് എന്ന് പറഞ്ഞാലും എന്തില്ല, അവിടെ അത് പ്രശ്നം വരൂല. പിന്നെ നബി ആരാവാനാണ് നബിതങ്ങൾക്ക് ഇഷ്ടം? നബിതങ്ങൾക്ക് അബ്ദ് ആവാനാണ് ഇഷ്ടം. അല്ല, നബിതങ്ങൾ അബ്ദ്. അപ്പൊ അബ്ദ് എന്നുള്ള വിഷയത്തില് അത് സമ്പൂർണനാണ് നബി. അബ്ദ് ഉബൂദിയ്യ, അള്ളാഹുവിനക്ക് അടിമത്തം സമർപ്പിക്കുക. അപ്പൊ അള്ളാഹുവിനക്ക് അടിമത്തം സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരടിമക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്രസ്. അപ്പൊ അബ്ദുല്ലാ എന്നുള്ള സ്ഥാനത്ത് ലോകത്ത് നബി മാത്രമേ ഉള്ളൂ. നബിയാണ് ശരിക്കും അബ്ദുല്ല. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ അബ്ദുല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തലത്തിലുള്ളത് ആരാണ്? നബി. അപ്പൊ നബി എപ്പോഴും അബ്ദായിരിക്കാനാണ് നബി തങ്ങൾ ഇഷ്ടം. അതാരിലേക്ക്? അള്ളാഹുവിലേക്ക്, മേലക്ക്. ഇനി താഴേക്കോ? മേലക്ക് പറഞ്ഞ പ്ലേസ് അല്ല കേട്ടോ, ഔന്നത്യത്തിലേക്ക്. ഇനി താഴേക്കോ? താഴേക്ക് അവിടുന്ന് എന്താണ്? സയ്യിദാണ്. അപ്പൊ ഒരേ സമയം അവിടുന്ന് സയ്യിദാകുന്നു, ഒരേ സമയം അവിടുന്ന് ആരാകുന്നു? അബ്ദാകുന്നു. അപ്പൊ അടിമയുമാകുന്നു, അവിടുന്ന് ഉടമയുമാകുന്നു, സെർവന്റുമാകുന്നു, ബോസുമാകുന്നു, എംപ്ലോയിയുമാകുന്നു, മാസ്റ്ററുമാകുന്നു. കണ്ടോ? അങ്ങനെ എന്ത് ചെയ്യാണ്? വരികയാണ്. അത് നബിതങ്ങൾ. അപ്പൊ ആ സെയ്ദ് എന്ന് നമ്മൾ എപ്പോഴും നബിതങ്ങളെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നബിതങ്ങളെ മദ്ഹ് പറയാണ്, അവിടത്തേക്കുള്ള സ്ഥാനത്ത് എന്താക്കി കൊടുക്കുകയാണ്? സമ്മതിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സെയ്ദ് എന്ന് ചൊല്ലുമ്പോൾ ഒരു സ്വലാത്തും വലിയ കൂലിയും കിട്ടും, നബിതങ്ങളുടെ മദ്ഹ് പറഞ്ഞ കൂലിയും കിട്ടും. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് അവിടുത്തെ കുറിച്ച് ധാരാളം മദ്ഹ് പറയാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അലാ സയ്യിദിന മുഹമ്മദിൻ, ധാരാളം സ്തുതിക്കപ്പെട്ട മുത്തുനബിയുടെ മേൽ, റസൂലില്ലാ, അവിടുത്തെ റിസാലത്തിനെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രവാചകനായ. അപ്പൊ അത് പ്രവാചകത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രയോഗം, അത് നമ്മൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹ് എന്നുള്ളതല്ല. അവ നബിതങ്ങളുടെ ഉബൂദിയത്തിനെ അംഗീകരിക്കുക എന്നുള്ളതല്ല പിന്നെ മുസ്ലിം ആവാനുള്ള ഷർത്ത്. അവിടുത്തെ റിസാലത്തിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് എന്തിന്റെ ഷർത്ത്? പിന്നെ ഈ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഷർത്ത്. കാരണം അവിടുത്തെ റിസാലത്തിനെ അംഗീകരിക്കാത്ത ആളുകളുണ്ട്, അവിടുന്ന് റസൂലാണ് എന്ന് സമ്മതിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ, മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ആരാവണം? റിസാലത്ത്. അവിടുന്ന് ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് മുസ്ലിം ആവും. ഇവിടെ ഇപ്പൊ എത്ര ആളുകൾ പിന്നെ നബിതങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്, അവിടുത്തെ കുറിച്ച് വായിച്ചും പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അവർ നബി എന്നുള്ള, അവരൊക്കെ പറഞ്ഞ മാതിരി മുഹമ്മദ് എന്നുള്ള ഒരു വ്യക്തിത്വം ഇവിടെ ഉണ്ട് എന്ന് അവര് സമ്മതിക്കൽ കൊണ്ട് അവർ മുസ്ലിം ആവുണ്ടോ? ഉണ്ടല്ലോ. ഒരു പ്രശസ്തനായ ഒരു DGP ഒക്കെ അല്ലേ,
അദ്ദേഹം ഹൗ ഹി പ്രൈസ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെ വിധങ്ങൾ അദ്ദേഹം നബിതങ്ങളെ അദ്ദേഹം പുകഴ്ത്തുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം നബിതങ്ങൾ അഡ്രസ് ചെയ്യുന്നത് കൊണ്ട്, ഹദീസ് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം മുസ്ലിം ആവില്ല. എപ്പോഴാണ് അദ്ദേഹം മുസ്ലിം ആവുക? അള്ളാഹു ഇലാഹാണെന്ന് പറഞ്ഞിട്ട് നബിതങ്ങളുടെ റിസാലത്തിൽ അംഗീകരിച്ച ആ സെക്കൻഡിന്റെ ശേഷം അദ്ദേഹം ആരാണ്? മുസ്ലിമാണ്. അത് തിരുത്തി പറയുന്നത് വരെ അദ്ദേഹം എന്താണ്? അദ്ദേഹം മുസ്ലിമാണ്. അപ്പൊ റിസാലത്ത് അംഗീകരിക്കുമ്പോഴേ ഇസ്ലാമിലേക്ക് വരികയുള്ളൂ. നബിതങ്ങൾക്കുള്ള അബൂദിയത്ത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് നബിതങ്ങളുടെ എന്താണ്? സ്ഥാനമാണ്. നമുക്ക് നബിതങ്ങൾ ആരാണ്? നമുക്ക് നബിതങ്ങൾ റസൂലാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അവിടുത്തെ റിസാലത്തിനെ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ മതത്തിലേക്ക് വരിക. അതാണ് ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നവിടെ പറയുന്നത്. അവിടുത്തെ റിസാലത്തിനെ അംഗീകരിക്കലാണത്. അപ്പോഴാണ് നമുക്ക് മുസ്ലിം എന്നുള്ള അള്ളാഹുവിൻ്റെ അരികിലുള്ള അഡ്രസ്സ് വരിക. ആധാർ കാർഡിലും മറ്റു പാസ്പോർട്ടിലും ഒക്കെ മുസ്ലിങ്ങളുടെ പേരുണ്ടെങ്കിൽ അത് മുസ്ലിം ആയിക്കൊള്ളുന്നുണ്ടാവില്ല. മുസ്ലിം ആവണമെങ്കിൽ ഇത് ഉള്ളിൽ നിന്ന് അംഗീകരിച്ചുകൊണ്ട് ഇരിക്കണം. വഅല ആലിഹി വസ്വഹ്ബി അൽ ഫായിസീൻ ബിറിളല്ലാഹ്, അള്ളാഹുവിൻ്റെ റിള കരസ്ഥമാക്കിയ അതുകൊണ്ട് വിജയിച്ചവരായ അവിടുത്തെ സ്വഹാബികളുടെ മേലിലും കുടുംബത്തിൻ്റെ മേലിലും അള്ളാഹുവിൻ്റെ സ്വലാത്ത് സലാം ഉണ്ടാവട്ടെ. പിന്നെ വിധങ്ങൾക്ക് കൊടുത്തപ്പോൾ ആ സ്വലാത്ത് അവിടുത്തെ കുടുംബങ്ങൾക്കും അനുചരന്മാർക്കും ഒക്കെ നമ്മൾ കൊടുത്തു. അതായത് പ്രാരംഭ മുറകൾക്കു ശേഷം. അപ്പൊ ആല് അവിടുത്തെ കുടുംബങ്ങളാണ്. കുടുംബങ്ങൾക്ക് പലതരത്തിലുണ്ട്. ബനു ഹാഷിം നബിതങ്ങളുടെ ഉപ്പയുടെ സഹോദരന്മാരായ ആ സഹോദരന്മാരുടെ മക്കളുടെ പരമ്പരയും ഈ അവിടുത്തെ കുടുംബത്തിൽ എന്ത് ചെയ്യും പെടും. അവിടുത്തെ കുറിച്ച് വിശ്വസിച്ച ആളുകൾ നബിതങ്ങളുടെ ഉപ്പയുടെ സഹോദരന വല്യപ്പയുടെ സഹോദരന്മാര്, വല്യപ്പയുടെ ചില മക്കളിൽ നിന്ന് കുറഞ്ഞ ആളുകളാണ്. ഇപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹും പിന്നെ ഹംസ റളിയല്ലാഹു അൻഹുമാണ് നബിതങ്ങളുടെ എളാപ്പമാരിൽ നിന്നിട്ട് ഇസ്ലാമിലേക്ക് എന്ത് ചെയ്ത് വന്നത്. അവിടുത്തെ വല്യപ്പയുടെ കുറച്ച് സഹോദരന്മാര് കുറഞ്ഞ ആളുകളാണ് പിന്നെ നബിതങ്ങൾ അംഗീകരിച്ചത്, അവിടത്തേക്ക് താമും തണലുമായിട്ടൊക്കെ നിന്നിരുന്നത്. അവിടത്തേക്ക് റിസാലത്ത് വരുന്നതിൻ്റെ മുമ്പായിട്ട് വേറെ പിരിഞ്ഞു പോയ ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ നബിതങ്ങളുടെ കുടുംബമാണ്. അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന സമയത്ത് മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന തങ്ങന്മാരി എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ കുടുംബങ്ങളിൽ കുറെ ആളുകൾ പെട്ടു. വസ്വഹ്ബിഹി, അവിടുത്തെ സ്വഹാബത്ത്, സ്വഹാബി സഹവസിച്ചവർ, നബിയോട് അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ മുസ്ലിമായിക്കൊണ്ട് അവിടുത്തെ സദസ്സിൽ ഒരു നിമിഷം ഇരുന്ന ആള് സ്വഹാബിയാണ്. അവന് വലിയ പൊസിഷനുകളിലേക്കാണ് സ്വഹാബി എത്തുന്നത്. അത് ആലിമിനെക്കാട്ടിലും ആരിഫിനെക്കാട്ടിലും മുദരിസുമാരെക്കാട്ടിലും ഖത്തീബുമാരെക്കാട്ടിലും മുഫ്തിമാരെക്കാട്ടിലും മാദിഹീങ്ങളെക്കാട്ടിലും ഒക്കെ വലിയ ഏറ്റവും മേലെയുള്ള ഒരു പൊസിഷനാണ് സ്വഹാബി എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ പൊസിഷനൊക്കെ സ്വഹാബികളാണ്. അവർ മുദരിസുമാരുമാണ്, ഖത്തീബുമാരുമാണ്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് സ്വഹാബി എന്നുള്ളത്. ഒരു വലിയ 1000 വർഷം വലിയ ജീവിച്ചാലും സ്വഹാബി ആവില്ല. ഒരു സ്വഹാബി 1000 വർഷം പിന്നെ ജീവിച്ചാലും അത്രത്തോളം 1000 വർഷത്തോളം ഇബാദത്ത് ചെയ്താലും ഒരു സ്വഹാബി ഒരിക്കലും നബി ആവില്ല. അപ്പൊ നബി എന്നുള്ളത് മനുഷ്യന്മാരുടെ സ്ഥാനങ്ങളിലുള്ള മറ്റൊന്ന് അള്ളാഹു തആല തിരഞ്ഞെടുത്തത്. പിന്നെ ഉള്ളത് നബിമാരെ പിൻപറ്റിയ അവരോട് ചേർന്ന അവരെ വിശ്വസിച്ച അവർ ചേർന്ന സ്വഹാബി എന്നുള്ള ആ ഒരു പൊസിഷനാണ് വരുന്നത്. പിന്നത്തെ സ്ഥാനം സ്വഹാബിയോട് വിശ്വസിച്ചുകൊണ്ട് അവരോട് കണക്റ്റഡായി അവരിൽ നിന്ന് ദീൻ പകർത്തിയ താബിഉകൾ, ആ താബിഉകളിൽ നിന്ന് ദീൻ പകർത്തിയ താബിഉകൾ, പിന്നെ അങ്ങനെ 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 എന്ത് ചെയ്യും, അത് പോയി വരും. അപ്പൊ അതിൽ ഏറ്റവും മേലെ നിൽക്കുന്നത് പ്രവാചകത്വം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വഹാബത്താണ്. അതാണ് സ്വഹാബത്തിനെ ഇവിടെ പറഞ്ഞത്. വലിയ സ്ഥാനമാണ് സ്വഹാബി എന്നുള്ളത്. എൻ്റെ സ്വഹാബി എന്നുള്ള സ്ഥാനം അവര് പിന്നെ കോഴ്സ് ചെയ്തെടുത്തതല്ല, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് ചാർത്തി കൊടുത്തത് അല്ല. മുസ്ലിം ആയി കഴിഞ്ഞിട്ട് പിന്നെ നബിയോട് കൂടെ സഹവസിക്കുമ്പോൾ കിട്ടുന്നതാണ് സ്വഹാബി. ബഹുമാനപ്പെട്ട ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സ്നേഹിച്ചു. മാതൃ പരിപാലനത്തിന്റെ മകുടോദാഹരണമായി ചരിത്രത്തിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തി വെച്ചു. വാട്ട് എവർ ടു മേ ബി, ഹി ഈസ് നോട്ട് എ സ്വഹാബി. അദ്ദേഹം ആരല്ല, ഒരു സ്വഹാബി അല്ല. നിബിതങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്, നിബിതങ്ങൾ വിശ്വസിച്ച ആളാണ്. പക്ഷേ നിബിതങ്ങളുടെ
ഉള്ളപ്പോൾ അവിടത്തോടു കൂടി ചേർന്ന് നിന്നുകൊണ്ട് എന്ത് ചെയ്തില്ല, അദ്ദേഹം ആ സദസ്സിൽ സംഗമിച്ചില്ല എന്നുള്ളതാണ്. കണ്ടോ? അപ്പോ അവിടുന്ന് കിട്ടുന്നതൊന്ന്, ഇത്രയും വലിയ മഹാനായിട്ടും നബിതങ്ങളോട് കൂടെ ഒരു പ്രസൻസ് അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ ഫിസിക്കലി ഒരു പിന്നെ പ്രസൻസ് ഇല്ലാത്തതിന്റെ മേലിൽ അദ്ദേഹം പിന്നെ അവിടെ കാറ്റഗറി തന്നെ മാറും. സ്വഹാബി എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് അതിലേക്ക് അതിന്റെ താഴെയുള്ള കാറ്റഗറിയിലേക്ക് വരിക. താഴെയുള്ള കാറ്റഗറിയിൽ നിന്ന് സ്വഹാബി എന്നുള്ള കാറ്റഗറി ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം മാറി, അല്ലെങ്കിൽ താന്നു. എന്റെ നബിതങ്ങളോട് കൂടെ അദ്ദേഹത്തിന് പ്രസൻസ് കിട്ടിയില്ല എന്നുള്ളത്. ഇനി മേലക്ക് അപ്പൊ പ്രസൻസ് കിട്ടിയോളുടെ അവസ്ഥ ഓർത്ത് നോക്കി. നബിതങ്ങളുടെ പ്രസൻസ് കിട്ടിയ ആളുകളുടെ ആ സാഹചര്യം നോക്കി. അപ്പൊ നബിതങ്ങളുടെ പ്രസൻസിനെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റായിട്ട് വിനിയോഗിക്കാൻ കിട്ടിയ ആളുകളുടെ അവസ്ഥ, സിദ്ദീഖുറുല്ലാഹിന്റെ സ്ഥാനം ഓർത്ത് നോക്കി. നബിതങ്ങളോട് കൂടെ ആ ഗുഹയിൽ ഒരുമിച്ച് കൂടാൻ പറ്റിയത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അള്ളാഹ് ഒന്ന്, നബി ഒന്ന്, നബിയുടെ ശേഷം അവിടുത്തെ ശേഷമുള്ള മനുഷ്യന്മാർ ഒന്ന് എന്ന് പറഞ്ഞ 3 കാറ്റഗറി പറഞ്ഞല്ലോ. അത് ഇറാ ഗുഹയിൽ ഉണ്ടായല്ലോ. അള്ളാഹ് പറഞ്ഞല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു ടെൻഷൻ അടിച്ച സമയത്ത് പറഞ്ഞില്ലേ, അള്ളാഹു മൂന്നാമനായ 2 ആളുകളെ കുറിച്ച് എന്താണ് സിദ്ദീഖ് നിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഞാനും നീയും ഇപ്പൊ ഈ ഗുഹയിലുണ്ട്, എന്താ തേർഡ് വൺ ആയിട്ട് ആരുണ്ട്, അള്ളയുണ്ട് എന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന് കിട്ടിയ ഒരു സ്ഥാനം. എന്തേ ഇത്ര സ്ഥാനം കിട്ടിയത്? സിദ്ദീഖ് റളിയല്ലാഹു പിന്നെ പള്ളികൾ ഇന്ത്യ മൊത്തം, കേരളം മൊത്തം, ഭൂമി മൊത്തം പള്ളി എടുത്തതാണോ? സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയതാണോ? വിദ്യാഭ്യാസ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വലിയത് പങ്കുവഹിച്ചതാണോ? അത് അത് ആ കാലഘട്ടത്തിലുള്ള ഒരു നമ്പേർഡായ ആളുകൾക്കിടയിലുള്ള ഇതേ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം മുത്തുനബി കൂടെ സമർപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു വലിയ പൊസിഷനിലേക്കും തലത്തിലേക്കും അദ്ദേഹം മാറാനുള്ള കാരണം. അപ്പൊ ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന്റെ നിദാനം, അടിസ്ഥാനം അത് എങ്ങനെ നിബിധങ്ങളോട് അവര് പേ ചെയ്യുന്നു എന്നുള്ളതാ. നിബിധങ്ങളോട് കണക്റ്റഡ് അല്ലേ എന്നാ ഒന്നും അദ്ദേഹത്തിനില്ല. അല്ല, അദ്ദേഹത്തിന് നിബിധങ്ങളോട് കണക്റ്റഡ് ആണോ എന്നാൽ അദ്ദേഹത്തിന് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് സത്യം. അള്ളാഹു ജല്ല ജലാലു തിരുനബിയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച്, അവിടുത്തെ ശരീരം കൊണ്ട് അവിടുത്തെ അനുകരിച്ച്, വാക്കുകൾ കൊണ്ട് അവിടുത്തെ പിന്തുടർന്ന് ജീവിക്കുന്ന ഭാഗ്യം ലഭിച്ച ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ, ഇതില് പിന്നെ എന്തൊരു സംശയങ്ങളുണ്ടോ? സംശയത്തിന്റെ ഒപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല, മുഖവരായതുകൊണ്ട്